ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും സുഖമല്ലേ? ഞാനിന്ന് വന്നിരിക്കുന്നത് ഞങ്ങളുടെ വീട്ടിൽ ഒരു കുഞ്ഞു പൂന്തോട്ടം, ഒരു ചെറിയ പച്ചക്കറി തോട്ടവും കാണിച്ചു തരാനാണ്. ഒരു വീഡിയോ എടുക്കാനും മാത്രമല്ല, ഇതിലുണ്ടോയെന്നൊന്നും എനിക്കറിയത്തില്ല. നിങ്ങൾ കണ്ടിട്ട് അഭിപ്രായം പറ. നമ്മുടെ ഇവിടെ കൃഷിഭവനിൽ നിന്ന് വാങ്ങിച്ച ചെറിയ ചീരയും പിന്നെ വഴുതനങ്ങ, വാഴ, പിന്നെ അങ്ങനെയുള്ള കുഞ്ഞു കുഞ്ഞ് തക്കാളി, പാവയ്ക്ക, അങ്ങനെ കുറച്ച് സാധനം നമ്മളിന്ന് ഇട്ട് നോക്കി. പിന്നെ മുളകിൻ്റെ തൈ എല്ലാം നമ്മൾ വളമൊക്കെ കൊടുത്തെങ്കിലും അതിൽ കൃത്യമായിട്ട് ഇതൊക്കെ വളരത്തുള്ളൂ. പിന്നെ ഒന്ന് ശ്രമിച്ച്, ഇതുവരെ ഇതൊന്നും ഇവിടെ നമ്മൾ കൃഷിയൊന്നും ചെയ്തിട്ടൊന്നുമില്ല. നമുക്ക് കോഴി വളർത്തലും മറ്റുമൊക്കെ ആയിരുന്നു പരിപാടി. ഇപ്പം അതിനെയൊക്കെ കൊടുത്തതിന് ശേഷം ഒന്ന് കൃഷിയിലോട്ടൊന്ന് ഇറങ്ങാമെന്ന് വിചാരിച്ച് അങ്ങനെ കുറേയൊക്കെ വെച്ച് നോക്കി. എന്നാലും അതിന് കൃത്യമായ രീതിയിൽ വളർത്താനൊന്നും നമുക്ക് അതിനുള്ളൊരു സൗകര്യമൊന്നും കിട്ടിയിട്ടില്ല. ചെറിയ രീതിയിലൊക്കെ നമ്മൾ തക്കാളിയൊക്കെ കുഞ്ഞ് അതൊന്നും വലുതായിട്ട് വരുന്നതൊന്നുമില്ല, ചെറുതായിട്ട് കുഞ്ഞ് തക്കാളിയൊക്കെ ആയി. പിന്നെ പച്ചമുളക് ഇതൊക്കെ ചെറിയതായിട്ട് രീതിയിലൊക്കെ നമുക്കൊരു തോരൻ വയ്ക്കാനുള്ള രീതിയിലൊക്കെ പയറും ചീരനും ഒക്കെ കിട്ടിയിട്ടുണ്ട്, ചീരയൊക്കെ കിട്ടിയിട്ടുണ്ട്. പിന്നെ കുഴപ്പമില്ലാതെ പോകുന്നു. പിന്നെ നമ്മളെ ഗാർഡൻ എന്ന് പറയാനും മാത്രം അതിന് വല്ലതൊന്നുമില്ല. ഞാൻ അവിടെ നിന്ന് ഇവിടുന്നൊക്കെ കളക്ട് ചെയ്ത കുറച്ച് ചെടികളാണ്. മറ്റേ ടർട്ടിൽ വൈനും പിന്നെ മറ്റേ പൂമുല്ല, ഇത് കുഞ്ഞു സംഭവങ്ങളൊക്കെ ഉള്ളൂ. എല്ലാം വളർന്ന് വരുന്നതേ ഉള്ളൂ. പിന്നെ ഒരു 10 ചട്ടിയോളം വാങ്ങിച്ച്, അതെല്ലാം അതിനകത്തെല്ലാം ഇങ്ങനെ ചെടികൾ വെച്ച് വരുന്നതേ ഉള്ളൂ. എല്ലാം ഒന്നും ശരിയായിട്ടില്ല. പിന്നെ മോൺസ്റ്ററൊക്കെ വാങ്ങിച്ച് ഞാൻ കുറച്ച് ദിവസം കൊണ്ട് അതിനകത്ത് നോക്കുന്നു. പക്ഷേ ഈ ഇലയെല്ലാം അങ്ങ് ചുരുണ്ട് കയറി പോകണം, എന്താണെന്നറിയാൻ വയ്യ. പിന്നെ മണി പ്ലാന്റ്, ടർട്ടിൽ വൈന്, 10 മണി, അങ്ങനെ കുറച്ച് 10 മണി 4 മണി എല്ലാം ഉണ്ട്. പിന്നെ വെറൈറ്റി ആയിട്ടുള്ള ഒരുപാട് ചെടികളുണ്ട്, എൻ്റെ വീട്ടിലുണ്ട്. അവിടെ നിന്നൊക്കെ ഞാൻ കളക്ട് ചെയ്ത് കൊണ്ടുവന്നതാണ്. പക്ഷേ ഇതിൻ്റെ ഒന്നും കറക്റ്റ് നെയിമൊന്നും എനിക്കറിയത്തില്ല. അങ്ങൊക്കെ ചെറുതായിട്ടൊക്കെ പൂക്കളൊക്കെ കിളിച്ച് വരുന്നുണ്ട്. കൂടുതൽ ഇലച്ചെടികളാണ്, നമുക്ക് പൂക്കളധികം കുറവാണ് കിട്ടിയതൊക്കെ. പിന്നെ അരിമുല്ല, അങ്ങനെ ഇപ്പോൾ എല്ലാം കൂടെ ഞാൻ മിക്സ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. പച്ചക്കറിയും ഗാർഡനിങ്ങും എല്ലാം മിക്സ് ചെയ്ത് വെച്ചിരിക്കുക. അതെല്ലാം ഒന്ന് സെറ്റാക്കണം. നമ്മുടെ മുറ്റത്ത് ഒന്ന് ക്ലിയർ ആക്കാനുണ്ട്. പല സാധനങ്ങളും അവിടെ കിടപ്പുണ്ട്, കുറച്ച് പണികളൊക്കെ ഉണ്ട്. അതൊക്കെ ഒന്ന് ക്ലിയറാക്കി എല്ലാം അവിടെ വെച്ച് വരുന്നതേ ഉള്ളൂ. പിന്നെ ഒരു 4-5 കൂട്ടം ഇതുണ്ട്, വാഴയുണ്ട്. വാഴയ്ക്ക് ഒന്ന് ഏത്തയാണെന്ന് തോന്നുന്നു, നമുക്ക് അറിയാൻ വയ്യ. 4-5 തൈ കിട്ടിയതാണ്, കൃത്യമായിട്ട് അറിയാൻ വയ്യ. ഇവിടെ കൃഷിഭവനിൽ നിന്ന് കിട്ടിയതാണ്. പിന്നെ നമ്മളെ വീട്ടിൻ്റെ മുറ്റത്ത് തന്നെ ഒരു അക്വേറിയത്തിൻ്റെ ഒരു സെറ്റിങ് നടക്കുന്നുണ്ട്. അപ്പോൾ അക്വേറിയത്തിൻ്റെ ഒരു പണികളും എല്ലാം അതിനെക്കൊണ്ട് എല്ലാം അവിടെ അങ്ങോട്ട് തരിഞ്ഞ് കിടക്കുകയാണ്. അപ്പം വലിയ പൂന്തോട്ടമായിട്ടൊന്നും പറയാൻ നമുക്ക് പറ്റത്തില്ല. അതായത് ഞാൻ പറഞ്ഞ ഞങ്ങളുടെ മോൺസ്റ്ററാണ്, പക്ഷേ ഇതിൻ്റെ ഇലയൊക്കെ കുരുടി പോകണം, എന്തെന്നറിയാൻ വയ്യ. എന്തെങ്കിലും വളം വല്ലതും ചേർക്കണമെന്നൊന്നും അറിയാൻ വയ്യ. ഞാനിത് വെറും മണ്ണില്ല നട്ടിരിക്കുന്നത്, പ്രോട്ടീൻ മിക്സൊന്നും ചേർത്തിട്ടില്ല. അതിന് മാത്രം അങ്ങനെയുള്ള മിക്സ് വാങ്ങാനൊന്നും ഉള്ള ഒരു സൗകര്യമൊന്നും കിട്ടിയില്ല. പിന്നെ ഇത് ഞങ്ങളെ മൾബറിയാണ്. മൾബറി ഫ്രണ്ടിൽ തന്നെ ഉണ്ട്. നമ്മൾ ഇതിൻ്റെ ഇലയും ആ കൊമ്പും ഒക്കെ വെട്ടിക്കൊടുത്ത് നല്ലതുപോലെ കിളിച്ച് വരും. പിന്നെ പയറൊക്കെ ഒരുവിധം കിട്ടി, റെഡ് പയറാണേ, ഒരുവിധം കിട്ടി. ഇത് ഞങ്ങളെ തക്കാളി നമ്മളെ കടയിൽ നിന്ന് വാങ്ങുന്ന അത്രയും ആയിട്ടില്ല, കുഞ്ഞൻ തക്കാളിയായിപ്പോയി. അതിന് മരുന്നൊക്കെ അടിച്ചു കൊടുത്ത് നല്ല ക്ലിയറായിട്ട് വന്നേനെ. പക്ഷേ അതിനുള്ള സൗകര്യമൊന്നും കിട്ടിയില്ല. ഞാൻ ഇത് വെച്ചിരിക്കുന്നത് നമ്മളെ ഫ്രിഡ്ജിൻ്റെ ആ ഒരു ഭാഗം ഉണ്ടല്ലോ, നമുക്കിവിടെ നിന്ന് കിട്ടും. അഗ്രിക്കടയിലൊക്കെ ചോദിച്ചാൽ കിട്ടും. അപ്പോൾ അവിടെ നിന്ന് വാങ്ങിച്ചുകൊണ്ട് വന്നേ. പിന്നെ ഇത് കപ്പ, ചീനി, ഇതെൻ്റെ കറ്റാർ വാഴ 2 ടൈപ്പ് ഉണ്ട്. ഒന്ന് ഭയങ്കരമായിട്ടങ്ങ് വാടി ഒരുമാതിരി തളർന്ന് കണക്ക് നിൽക്കുക. ഇതധികം വെള്ളമൊന്നും വേണ്ട എന്നൊക്കെ പറഞ്ഞാൽ കൂടി ഞാൻ 2 ദിവസത്തിൽ 3 ദിവസം കൂടുമ്പോഴേ വെള്ളമൊക്കെ ഒഴിക്കത്തുള്ളൂ. ഇത് പക്ഷേ കുഴപ്പമില്ല, നല്ലതുപോലെ കിളിച്ച് വരുന്നു. 3-ാം ടൈപ്പ് കറ്റാർ വാഴ ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇത് വലിയ കുഴപ്പമില്ല, അതിൻ്റെ ലീഫൊക്കെ നല്ല വീതിയുള്ള ലീഫാണ്. പിന്നെ കുറച്ച് അങ്ങ് ചെറിയ കറി ലീഫും, പിന്നെ വഴുതനങ്ങ. ഇത് ബ്ലാക്ക് അല്ല, വയലറ്റ് കളർ വഴുതനങ്ങ, കുഴപ്പമില്ല. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, ഏതാണ്ട് വാഴ, പയറ് എല്ലാം ഒരുവിധം ഇങ്ങനെ കിളിച്ച് വരുന്നതേ ഉള്ളു. ഞാൻ ഈ വോയിസ് കൊടുക്കുന്ന വലിയ ക്ലിയറൊന്നും ഇല്ലെന്ന് എനിക്കറിയാം, വീഡിയോയ്ക്കും വലിയ ക്ലിയറൊന്നുമില്ല. ഞാൻ ആദ്യമായിട്ടാണ് വോയിസ് കൊടുക്കുന്നതും. അപ്പോൾ 2-3 വീഡിയോസിനെ ആയോളം ഞാൻ വോയിസ് കൊടുക്കാൻ തുടങ്ങിയിട്ട്. വീഡിയോയിൽ നല്ല ക്ലിയർ ഉണ്ടാകത്തില്ല, എല്ലാവരും ക്ഷമിക്കണേ.